മോട്ടി, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ഇവിടേക്ക് എത്തിയത് നമ്മുടെ രണ്ട് ക്യാമറമാൻമാരായ ആന്റണി ഗ്രിഗറിയും അതുപോലെ തന്നെ വിജേഷ് പുതുവാശ്ശേരിയുമാണ്. അപ്പോൾ നമ്മുടെ ഒരു ക്യാമറമാൻ ആന്റണി ഗ്രിഗറി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചറിയാം എങ്ങനെയായിരുന്നു ആ ഒരു സാഹചര്യം കണ്ടപ്പോഴുള്ള വന്ന് കാണുമ്പോഴെന്തായിരുന്നു കണ്ടത്? നമുക്ക് ഭയങ്കര ഭീകരമായ ഒരു തീയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അണക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കഴിഞ്ഞ തൊട്ടിപ്പുറത്ത് തന്നെ 2-3 പെട്രോൾ പമ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ തീയിനെ അങ്ങോട്ട് വല്ലതും പടർന്നാൽ ഇത് മൊത്തം സിറ്റുവേഷൻ മാറും. പക്ഷേ ഫയർ എഞ്ചിൻ വൈകി വന്നതാണ് ഇവിടുത്തെ ആൾക്കാർ ആദ്യം പറഞ്ഞത്. കാര്യം വെച്ചാൽ തൊട്ടിപ്പുറത്ത് ഒരു സെക്യൂരിറ്റിക്കാരനെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു വെച്ചാൽ കത്തി ഇത്രയും സമയം വൈകി ഫയർഫോഴ്സ് എത്താൻ, ഇത്രയും പ്രദേശമായിട്ട് വരും. പിന്നെ വന്നു കഴിഞ്ഞ ഉടനെ അവർ ഭയങ്കര ഫാസ്റ്റായിരുന്നു. എല്ലാ സ്ഥലത്തും എത്തി. അങ്ങനെ കറക്റ്റായിട്ട് ചെയ്തു. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ സിറ്റിയുടെ അകത്ത് ഇത്രയും സ്പേസ്, ഈ ഒരു സ്പേസ് ഉള്ളതാണ് ശരിക്കും ഉപയോഗപ്പെടുന്നത്. കാര്യം വെച്ചാൽ ഫയർ എഞ്ചിൻ തൊട്ടടുത്ത് നിൽക്കാനും പിന്നെ അവിടെ ബ്ലോക്ക് ചെയ്ത് തൊട്ടുമേളിൽ മെട്രോ ആണ്. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് തീയുടെ അത് അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് മെട്രോ ആയിട്ടില്ല, ഓടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 5:30 ആ സമയത്താണ് തുടങ്ങിയപ്പോഴത്തേക്ക് പുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ അങ്ങനെ ഇത് തന്നെയാണ് പ്രധാനമായിട്ടും ആശങ്ക ജനിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം. അതായത് അടുത്ത് തന്നെ 2 പെട്രോൾ പമ്പുണ്ട്, മുകളിലൂടെ മെട്രോ പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു തീ വേഗം തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയൊരു അപകടത്തിലേക്ക് മാറിയേനെ. പക്ഷേ ഭാഗ്യം തന്നെ തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കി. ആ കട പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. അതിലെ സാധനങ്ങൾ കത്തി നശിച്ചു. സമീപത്തുള്ള ഹോട്ടലിൻ്റെ വശത്തും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മോത്തി, ശരി. നിതിനും രാഗിനുമാണ് വിശദവിവരങ്ങൾ നൽകിയത്. ഒപ്പം ആന്റണി ഗ്രിഗറിയും മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ നിന്നും ഏറ്റവും ആദ്യം അവിടെ എത്തിയത് ആന്റണി ഗ്രിഗറിയും സംഘവുമാണ്. നിതിനും അടക്കമുള്ള മാധ്യമപ്രവർത്തകരാണ് മാതൃഭൂമി ന്യൂസിൻ്റെ പ്രതിനിധികളായി. അവരാണ് ഈ കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. തീയുടെ എത്രത്തോളം ഭീകരമായാണ് അഗ്നിശമന സേനാംഗങ്ങളുടെ പ്രവർത്തനം എങ്ങനെ തുടങ്ങി കാര്യങ്ങളെല്ലാം